നമുക്ക് നല്ലൊരു ക്യാപ്പബിളായി ഞാൻ കാണാറുണ്ട്. ഞാൻ പല പ്രാവശ്യം എന്ത് വേണമെങ്കിലും തരാം, നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കുമെന്ന് പറയുമ്പോൾ അവർ പറയും ഞാൻ ആരോടാ എന്നിട്ട് സംസാരിക്കേണ്ടത്? നമ്മളെ താഴെയുള്ളത് ക്വാളിറ്റി പീപ്പിൾസ് അല്ല, ഇവനെ എങ്ങനെ പുറത്ത് അടിക്കാം എന്നുള്ളതിനുള്ള കുതന്ത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവരങ്ങ് ബുദ്ധിമുട്ടിച്ച് പുറത്ത് അടിക്കുക ചെയ്യുക. ഞാൻ നമ്മളെ ഫേമിനെ കുറിച്ചല്ല പറയുന്നത്, പൊതുവേ അങ്ങനെയാണ്. ഇവനെ എങ്ങനെയെങ്കിലും പുറത്ത്, ഇവൻ വന്നു കഴിഞ്ഞാൽ ആകെ ട്രബിളിലാവാൻ. നല്ലൊരു ക്വാളിറ്റി ഉള്ള ആൾ വന്നാൽ, ക്വാളിറ്റി ഇല്ലാത്ത ആൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കേണ്ടി വരും. അവൻ മാക്സിമം ട്രൈ ചെയ്യും. ഇതൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് നല്ലൊരു സൊല്യൂഷൻ നമ്മളെ ഈ പറഞ്ഞ മിഡിൽ ബിസിനസ്സുകാർക്ക് നൽകേണ്ടത്. നമ്മൾ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി വരുന്ന ഒരിക്കലും പൈസ മാത്രം കണ്ടിട്ടാവില്ല. പൈസ വൺ ഓഫ് ദി ക്രൈറ്റീരിയ മാത്രമാണ്. അതെ, അത് മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പം എന്ത് വേണം? നമ്മുടെ കൾച്ചർ ബെറ്റർ ആക്കി എടുക്കണം. ഇവിടെയൊക്കെയാണ് നമ്മുടെ മറ്റ് ജോബ്സ് ഉള്ളത്, നമ്മുടെ ടാസ്കുകളുള്ളത്. നമ്മുടെ കൾച്ചർ ബെറ്റർ ആക്കണം, നമ്മുടെ ഓഫീസിനുണ്ടായിരുന്ന ആ ഒരു എത്തിക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അല്ല, ഇവിടെ ഇങ്ങനെ എന്നെ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളെ ഫാമിലി ഇങ്ങനെ എന്നൊക്കെ പ്രശ്നങ്ങളുണ്ട്. സിസ്റ്റം ചിലതൊക്കെ നമ്മൾ പറയുന്ന ചില ആളുകൾ മൈൻഡ് സെറ്റ് സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടില്ല, അവർ സിസ്റ്റം ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരൊക്കെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ അങ്ങോട്ട് ഇവിടെ നിയമിക്കുന്നത്. അതായത് ക്യാപ്പബിളായ ഇങ്ങനത്തെ ആളുകൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ തയ്യാറല്ല. എല്ലാവരും ഇന്നത്തെ ഒരു ലോകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഷോർട്ടാണല്ലോ, ഷോർട്സാണ്. ഷോർട്സിൽ എന്ന് പറഞ്ഞാൽ ഒരു 1/2 മിനിറ്റേ ഉള്ളൂ. ഇപ്പം നമ്മളത് തന്നെ, നമ്മളെ വീഡിയോ തന്നെ വലിയ വീഡിയോ ആര് കാണുന്നുണ്ട്? ഷോർട്സ് ഇഷ്ടം പോലെ പേര് കാണുന്നുണ്ട്. കാരണം അതാണ് ഇന്നത്തെ കാലം. എവിടെ ചെന്നിരുന്നാലും ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ തലമുറക്ക് മതിയായി. നെക്സ്റ്റ് എന്ത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അപ്പുറത്തേക്ക് ചാടുകയാണ്. എവിടെയും കുറച്ച് സമയം നിന്ന് ഒരു റിസൾട്ട് ഫോക്കസ് ചെയ്ത് അധ്വാനിക്കാൻ ഇന്നത്തെ സമൂഹത്തിന് കഴിയുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞ് കുറ്റം പറഞ്ഞു എന്ന് കരുതണ്ട, കഴിയുന്നുണ്ട് കേട്ടോ. നീ ഇല്ലാന്ന് ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത്. കാരണം ഇതൊരു വലിയൊരു അവർക്ക് ബെനിഫിറ്റ്സ് കൂടുതൽ എവിടെയുണ്ടോ അവിടോട്ട് അവർ പോകുന്നതല്ല. പുതിയ പുതിയ സ്ഥലങ്ങൾ ബെനിഫിറ്റ്സ് ഉണ്ട്, എവിടെയും ബെനിഫിറ്റ്സ് ഇല്ല. ഷോർട്ടിൽ നിന്ന് എന്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാറ്? അല്ല, അങ്ങനെ ഷോർട്ടിൽ നിന്നൊരു കാര്യം പഠിക്കാൻ പറ്റുമോ? ഷോർട്സ് ഒന്നുമില്ല. അതിന്റെ ഷോർട്ട് വഴി മറ്റു വീഡിയോയിലൊക്കെ പോട്ടെ എന്നാണ് അധിക ഷോർട്സ് മെയിൻ പഠിപ്പിക്കുന്ന ആളുകളും പോകുന്നത്. ആ ഒരു ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ മെയിൻ വീഡിയോയിലേക്ക് പോകും എന്ന് വിചാരിച്ചിട്ടാണ്, ലീഡ് ചെയ്യപ്പെടും. അല്ല, ഷോർട്സിൽ നിന്ന് എന്ത് പഠിക്കാനാ? ഇവര് ഷോർട്സിലാണ്. ഇവിടെ ഒന്ന് തൊടും, ഇവിടെ 2 മാസം നിൽക്കും, അപ്പുറത്ത് പോകും 2 മാസം നിൽക്കും. അതും അവൻ്റെ ഹിസ്റ്ററിയിൽ, എക്സ്പീരിയൻസ് ഹിസ്റ്ററിയിൽ ഇവിടെ 2 മാസം, അവിടെ 2 മാസം. ഞാൻ വരുന്ന ഒരു CV-യിൽ ഒരു സ്ഥലത്ത് കുറച്ച് സമയം, പിന്നെ കുറച്ച് സമയം 3 കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുക്കില്ല. കാരണം ഇവിടെയും ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഷോർട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം. ഇതുപോലെ നമ്മളൊക്കെ, ഞാൻ പറഞ്ഞു എനിക്കിപ്പോഴും 15-20 പേര് വേണം, കിട്ടിയാൽ വേണം. പക്ഷെ അതൊക്കെ ഫില്ല് ചെയ്യാതെ ഇട്ടിരിക്കണം. എന്തുകൊണ്ടാണ്? ഇവരുടെ കയ്യിൽ വരുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളും കണ്ടാൽ അറിയാം, ഇത് വീണ്ടും നമ്മളെ ട്രബിളിലേക്ക് ചാടിക്കൂ, റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഹനീഫിക്ക ഇവിടെ കോർപ്പറേറ്റ്സ് എടുക്കുന്ന ഒരു രീതി ഞാൻ പറയാം. ഇപ്പം ഹനീഫിക്കയ്ക്ക് ഇത്രയും ആൾക്കാർ വേണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞാൽ അവർ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ സെലക്റ്റഡ് ആവുന്ന കുട്ടികൾക്കൊന്നും തന്നെ എക്സ്പീരിയൻസ്ഡ് അല്ല, നേരിട്ട് എടുക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവരെടുക്കുന്നത്? അവർക്ക് ഈ ജോലി പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും പഠിക്കാനുള്ള സാഹചര്യം കൊടുത്തു കഴിഞ്ഞാൽ അവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടി, ആ ജോലി കിട്ടുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്, ജോലി കൺഫേംഡ് ആവുക എന്നുള്ളത്. അവരത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യിച്ചിട്ടാണ്, അല്ലാതെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നുമില്ല അവർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് കുട്ടികൾ മാർക്കറ്റിലുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. എന്നെ പ്രൂവ് ചെയ്യണം, ഞാൻ പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന കുട്ടികളുണ്ട്. ഇവരെ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ടീമിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹനീഫിക്കയ്ക്ക് 10 പേരെ 20 പേരെ വേണമെന്ന് പറഞ്ഞു. ഹനീഫിക്കയ്ക്ക് ഒരു ടീമുണ്ട്, ഇപ്പോൾ ഓൾറെഡി ഒരു നമ്പർ ഓഫ് ടീംസ് ഉണ്ട്. ഇതിലോട്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എങ്ങനെ? ഇവരെ കൂടെ നിന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ട്. കാരണം പുതിയ ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അത് ചെയ്യുമ്പോൾ അവിടെ കേപ്പബിലിറ്റി നമ്മൾ നോക്കണം. അവർക്ക് ഈ ടാസ്ക് അവർക്ക് ചെയ്യാൻ പറ്റുമോ? ഈ ടാസ്ക് ആണോ അവരുടെ പാഷൻ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടായിരിക്കണം അവരെടുക്കുന്നത്. അതാണ്, ഇതൊക്കെ അറിയാനും ഇതൊക്കെ പഠിക്കാനും. നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ്സിനായ സൗകര്യമുണ്ട്. ഒരാൾ വന്നു കഴിഞ്ഞാൽ, പുതിയൊരു ഇന്റർവ്യൂവിന് ആൾ വന്നു, ഇപ്പം നമ്മളൊക്കെ ഇത്രയും വേക്കൻസി കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും, ഇപ്പം ഞാൻ കുറേ ആളുകൾ റിജക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു, എന്നിട്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു തീൻ്റെ നാമ്പ് കണ്ടു കഴിഞ്ഞാൽ എടുക്കാറുണ്ട്.
കാരണം നമുക്ക് ഇത്രയും പോസ്റ്റോടെ ഒഴിഞ്ഞു കിടക്കുകയാണ്, എന്നാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും ഫില്ല് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്. ഇവരങ്ങനെയല്ല, ഇവര് ശരിക്കും ഇവന്റെ തീപ്പൊരി കണ്ടിട്ട് അകത്തേക്ക് അങ്ങ് കയറ്റും. അവർക്ക് അത്രയും ആളുകൾ വരുന്നു അങ്ങോട്ട്, അത്രയും ആളുകൾ അവിടെ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ മിഡിൽ ഷോപ്പിൽ, ഇതുപോലത്തെ ഷോപ്പിലൊന്നും അത്രയും ആളുകളൊന്നും ആഗ്രഹിക്കുന്നില്ല ജോലി കിട്ടാൻ. അതിന് നിങ്ങൾ പറഞ്ഞ കൾച്ചർ ആയിരിക്കാം. ഈ കൾച്ചർ മാറണമെങ്കിൽ ഇതുപോലത്തെ ആളുകൾ വന്നാലേ ഈ കൾച്ചർ മാറുള്ളൂ.